السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ചെറിയ ബ്രേക്കിന് ശേഷം, റമളാന് ശേഷം നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. ഖുർആൻ ശരിക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസവും സമാധാനവും വേറെ തന്നെയാണ്. ഖുർആനുമായിട്ട് നമ്മൾ എത്ര അടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതം സമാധാനവും ശാന്തിയും സന്തോഷവും നിറഞ്ഞതായിരിക്കും. അത് ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് റമദാൻ. കാരണം റമദാനിൽ നമ്മൾ വല്ലാതെ അള്ളാഹുവിൻ്റെ കിതാബിനോട് അടുക്കുന്നൊരു സമയമാണ്. ആ ഖുർആന് കയ്യിലെടുത്ത് ഓതുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനം, ആ ഖുർആൻ്റെ ആയത്തുകളിലൂടെ, ആശയങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയും സമാധാനവും ഒക്കെ വേറെ തന്നെയാണ്. അപ്പോൾ ഖുർആൻ വെറുതെ ഒരു ശബ്ദം മാത്രമായിട്ട് മാറാൻ പാടില്ല. അത് ജീവിതയാത്രയിൽ നമുക്കുള്ള വഴികാട്ടിയാകണം. പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മുതൽക്കൂട്ടാകണം. ഇപ്പോൾ മദീന നീറി കഴിഞ്ഞ ഒരു മാസമുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ ബീവിക്കെതിരെ മുനാഫിക്കുകൾ, അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സുലൂലിൻ്റെ നേതൃത്വത്തിലുള്ള മനുഷ്യന്മാർ ആരോപണം പറഞ്ഞു. ആയിഷ ബീവി സഫ്വാൻ റളിയല്ലാഹു അൻഹുമായിട്ട് വ്യഭിചരിച്ചിട്ടുണ്ട്. ആ വ്യഭിചാരാരോപണം മദീനയിലാകെ പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഒന്നും അറിയില്ല എന്താണ് നടന്നത്. ആയിഷ ബീവി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നബിക്ക് ഉറപ്പാണ്. അതിന് ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം വാങ്ങിയിട്ട് ആയിഷ ബീവി വീട്ടിൽ വരുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമ്മയുടെയും അരികിൽ വരുന്നു. നാട്ടിലാകെ ന്യൂസ് ഫ്ലാഷ് ആയിട്ടുണ്ട്, പക്ഷേ ആയിഷ ബീവി വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ അടുക്കൽ നിന്നാണ് ഇങ്ങനൊരു ന്യൂസ് പരന്നിട്ടുണ്ട് എന്ന വിവരം ആയിഷ ബീവി അറിയുന്നത്. അതോടുകൂടി ആയിഷ ബീവി ആകെ കരച്ചിലാണ്. രാവും പകലൊക്കെ കരഞ്ഞ് നമ്മുടെ ഉമ്മ തള്ളി നീക്കാൻ. അങ്ങനെ ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് ആയിഷ ബീവിയോട് സംസാരിക്കുന്നൊരു രംഗമുണ്ട്. ഏകദേശം ഒരു മാസക്കാലത്തോളം ഇത് നീണ്ടു നിന്നിട്ടുണ്ട്. നബി ആയിഷ ബീവിൻ്റെ അരികിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ആയിഷ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം, ഇസ്തിഗ്ഫാർ തേടണം. അതല്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ നിൻ്റെ നിരപരാധിത്വം അള്ളാഹു 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് വഹിയായിട്ട് ഇറക്കുകയും ചെയ്യും. അപ്പോൾ നബിൻ്റെ ഭാഗത്ത് നിന്ന് ആയിഷ ബീവി ഒരിക്കലും അങ്ങനത്തെ ഒരു സംസാരം പ്രതീക്ഷിക്കുന്നില്ല. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത്, അങ്ങനത്തെ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം ആയിഷ ബീവി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാലും നബി ആയിഷ ബീവിയോട് സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മളെ ഉമ്മാക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നബിനോട് സംസാരിക്കുക. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഞാനെന്താ നബിനോട് പറയുക? ഉമ്മാനോട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നബിയോട് സംസാരിക്കുക. അപ്പോൾ ഉമ്മയും പറയുകയാണ്, എനിക്ക് എന്താണ് റസൂലിനോട് പറയാൻ പറ്റുക? അവസാനം ആയിഷ ബീവി പറയുന്നൊരു വാക്കുണ്ട്, അബൂ യൂസുഫ് പറഞ്ഞതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ആരാ അബൂ യൂസുഫ്? യാക്കൂബ് അലൈഹിസ്സലാം. ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഭംഗിയുള്ള ക്ഷമ, അതാണ് എനിക്ക് പറയാനുള്ളത്, വേറൊന്നും എനിക്ക് പറയാനില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്,
ഒരു വ്യഭിചാരാരോപണം എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഗതി അല്ലല്ലോ. അപ്പോൾ അത്രക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പെണ്ണ്, ആയിഷ ബീവി നബിൻ്റെ ഭാര്യയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. അപ്പോൾ സമൂഹത്തിൽ അത്രയും നിലയും വിലയുള്ള ഒരു പെണ്ണിനെ പറ്റിയിട്ടാണ് ഈ ആരോപണമൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം അവർ വേദനിക്കുന്നുണ്ടാകും, അവരുടെ വിഷമത്തിൻ്റെ ആഴം എത്രയായിരിക്കും നമ്മൾ ആലോചിക്കുക. ആ സമയത്തും ആയിഷ ബീവിക്ക് സമാധാനമായത് എന്താണ്? സൂറത്ത് യൂസുഫിലെ ഒരു ആയത്താൻ, ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. അപ്പോൾ ശരിക്ക് ഖുർആൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. ആയിഷ ബീവി വെറുതെ ഒരു ശബ്ദം മാത്രമായി കേട്ടതുകൊണ്ടല്ലല്ലോ അതൊരു വഴികാട്ടിയായി വെളിച്ചമായിട്ട് ജീവിതത്തിൽ വന്നത്, മറിച്ച് അത് ആയിഷ ബീവിയുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഖുർആൻ്റെ ആയത്തുകൾ അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിന് കിട്ടുന്നൊരു ഫീലിംഗ് വേറെ തന്നെയാണ്. അങ്ങനെ ഖുർആൻ്റെ ആളുകളാകാൻ നമുക്ക് പറ്റണം. അതിനുള്ളൊരു ചെറിയ ശ്രമമാണ് ആഴ്ചയിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. അൽഹംദുലില്ലാഹ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ കംപ്ലീറ്റ് ചെയ്തു. ചെറിയ ചെറിയ സൂറത്തുകളിലൂടെയാണ് നിലവിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫീൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഖുർആനിലെ 108ാമത്തെ അധ്യായമാണ്. ഖുർആനിലെ 108ാമത്തെ അധ്യായമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സൂറത്താണ്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒരു സൂറത്താണ്. ഏതാണ് സൂറത്ത്? സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ 3 ആയത്തുകളെ ഉള്ളൂ. ഈ ഖുർആൻ്റെ സൂറത്തുകളെ നമ്മൾ അടുത്തറിയുമ്പോൾ നമ്മൾ ചില സൂറത്തുകൾ ഓതുമ്പോൾ നമുക്ക് തോന്നും ഇത് വല്ലാത്തൊരു സൂറത്താണ്. ചില ആയത്തുകളോട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര ആയത്തായിപ്പോയി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ആയത്തിനെയും സൂറത്തിനെയും നമ്മൾ കൂടുതൽ അടുത്തറിഞ്ഞത് കൊണ്ടാണ്. ഓരോ ആയത്തും ഓരോ സൂറത്തും അങ്ങനെ നമുക്ക് അടുത്തതായി മാറിയാൽ, നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറിയാൽ എല്ലാം ഭയങ്കര സംഭവമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഏതായാലും ഈ സൂറത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് ആ അധ്യായം ഓതി നോക്കാം. നിങ്ങൾ കൂടെ പാരായണം ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഒന്നുകൂടി ഓതുക. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ചെറിയ സൂറത്താണ്, പക്ഷേ വലിയ ആശയങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവലംബിക്കുന്നത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീറാണ്. അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ ഉസ്താദ് ഇമാം സഅദി റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീറുമാണ്. അപ്പോൾ ഈ 2 തഫ്സീറുകളും കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് ഇന്ന, തീർച്ചയായും നാം. ഇന്ന, അന്ന ഇതൊക്കെ അറബി ഭാഷയിൽ ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫുകളാണ്. ഒരു സംഗതി ഉറപ്പിച്ച് പറയാൻ വേണ്ടി, തൗക്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന രൂപങ്ങളാണ്. ഇന്നയായാലും അന്നയായാലും ഒരേ അർത്ഥമാണ്. ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ മാറ്റമുണ്ട്, എന്നാൽ അർത്ഥം ഒന്നാണ്. ഇവിടെ ഇന്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിശ്ചയമായും നാം, നിശ്ചയമായും നാം, അല്ലാഹു. അഅ്തൈനാക, നിനക്ക് നാം നൽകിയിരിക്കുന്നു. അഅ്ത യുഅ്തി ഇഅ്താ എന്ന് പറഞ്ഞാൽ
നൽകി, നൽകുന്നു, നൽകൽ എന്നൊക്കെയാണ് അർത്ഥം. അഅ്ത എന്ന് പറഞ്ഞാൽ നൽകി. അഅ്തൈനാ നാം നൽകി. ശരിക്കും ഞങ്ങൾ നൽകി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അള്ളാഹുവിനെ പറ്റിയിട്ട് പറയുമ്പോൾ ജംഇൻ്റെ രൂപത്തിൽ പ്രയോഗിക്കും. അത് അറബി ഭാഷയിൽ ഒരു ബഹുമാനം, ആദരവ് എന്ന നിലക്കുള്ള പ്രയോഗമാണ്. അപ്പോൾ അഅ്തൈനാ നാം നൽകിയിരിക്കുന്നു, ക നിനക്ക്. ആരാണ് നീ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അൽ കൗസർ എന്താണ് തന്നിട്ടുള്ളത്? അൽ കൗസർ. എന്താ അൽ കൗസർ എന്ന് പറഞ്ഞാൽ? അഹ്സൻത്, അൽ ഖൈർ അൽ കസീർ, ധാരാളം നന്മകൾ, എമ്പാടും നന്മകൾ. ഏതാണ് അൽ കൗസർ എന്ന പദത്തിൻ്റെ അർത്ഥം? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അൽ കൗസർ എന്ന് പറഞ്ഞാൽ ഫിൽ ലുഗത്തിൽ അറബിയ ഹുവ അൽ ഖൈർ അൽ കസീർ, ധാരാളം നന്മകൾ. അപ്പം ധാരാളം നന്മകൾ അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾക്ക് നാം നൽകിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ശരിക്കിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ ഇറങ്ങിയൊരു സൂറത്താണ്. മദനിയാണെന്നുള്ള അഭിപ്രായമുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഫാത്തിഹ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സൂറത്ത് മക്കിയാണെന്ന് പറഞ്ഞാലും മദനിയാണെന്ന് പറഞ്ഞാലും എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. അല്ല, എന്താണ് മക്കിയാണൊരു സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ടുള്ള ഉദ്ദേശം? അഹ്സൻതും, ഹിജറക്ക് മുമ്പോ ശേഷമോ? മദനിയാണെങ്കിൽ അഹ്സൻത്, മദനിയാണെങ്കിൽ ഹിജറക്ക് ശേഷം, മക്കിയാണെങ്കിൽ ഹിജറക്ക് മുമ്പ്. ഇറങ്ങിയ സ്ഥലമാണോ പരിഗണിക്കുക? അല്ല, ഇറങ്ങിയ സ്ഥലമല്ല പരിഗണിക്കുക. ചിലപ്പോൾ ചില ആയത്ത് ഇറങ്ങിയത് മക്കയിൽ വെച്ചായിരിക്കും, പക്ഷെ അത് നബിൻ്റെ ഹിജറക്ക് ശേഷമായിരിക്കും. അപ്പോൾ അത് മക്കിയാണോ മദനിയാണോ? മദനിയാണ്, ഇറങ്ങിയ സമയമാണ് പരിഗണിക്കുക. ചിലപ്പോൾ അത് മക്കയിലോ മദീനയിലോ വെച്ചിട്ടായിരിക്കില്ല അവതരിപ്പിച്ചിട്ടുണ്ടാവുക, നബിൻ്റെ ഏതെങ്കിലും ഒരു യാത്രക്കിടയിലായിരിക്കും അവതരിച്ചിട്ടുണ്ടാവുക. അത് ഹിജറക്ക് മുമ്പാണോ ശേഷമാണോ എന്നുള്ളത് നോക്കുക. ഹിജറക്ക് ശേഷമുള്ള യാത്രക്കിടയിലാണ് അവതരിച്ചത് എങ്കിൽ അത് മദനിയായിട്ടാണ് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഈ സൂറത്ത് മക്കിയാണെന്നും മദനിയാണെന്നും അഭിപ്രായം ഉണ്ട്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ്, തീർച്ചയായിട്ടും നാം നിനക്ക് ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു, ഒരുപാട് നന്മകൾ നാം നിനക്ക് നൽകിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും നൽകിയ എല്ലാ നന്മകളും ഏത് പദത്തിൽ ഉൾക്കൊള്ളും? അൽ കൗസർ എന്ന പദത്തിൽ ഉൾക്കൊള്ളും. ചിലരിത് സ്വർഗത്തിലെ നദിയാണ് അല്ലെങ്കിൽ അൽ ഹൗദുൽ കൗസറാണ് എന്ന അഭിപ്രായമൊക്കെ പറഞ്ഞത് കാണാൻ പറ്റും. അത് ഇതിൽ പെടുന്നതാണ്, അതും ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ അത് മാത്രമല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ നന്മകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ടോ ആ നന്മകളെ ഒക്കെ ഉൾക്കൊള്ളിക്കുന്നൊരു പദമാണ് അൽ കൗസർ എന്ന പദം. സ്വർഗത്തിൽ നെഹർ, ഒരു നദി ഉണ്ട്, ആ നദിയുടെ പേര് അൽ കൗസർ എന്നാണ്. ആ കൗസറിൽ നിന്ന് ഹൗദിലേക്ക് എന്ത് വരുന്നുണ്ട്? വെള്ളം വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിലേക്ക് ആ സ്വർഗത്തിലെ നദിയായ കൗസറിൽ നിന്ന് 2 ഉറവകളുണ്ട്, 2 പാത്തികളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൊക്കെ വന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലേ, ഹൗദുൽ കൗസർ എവിടെ വെച്ചിട്ടാണ്? മഹ്ശറിൽ വെച്ചിട്ടാണ്. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദാണ് ഏറ്റവും വലിയ ഹൗദ്. ബാക്കിയുള്ള നബിമാർക്കൊക്കെ ഹൗദ് ഉണ്ടോ? എല്ലാ നബിമാർക്കും ഹൗദുണ്ട്. ഇന്ന ലികുല്ലി നബിയിൻ ഹൗദുൻ, എല്ലാ നബിമാർക്കും ഹൗദുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെള്ളം കുടിക്കാൻ വരിക എങ്ങോട്ടായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിലേക്കാണ്. ഏറ്റവും വലിയ ഹൗദും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദാണ്. ഏറ്റവും വലിയ ഉമ്മത്ത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് തന്നെയാണ്. ആ ഹൗദിനെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കുറച്ച് വിശേഷണങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ചു പോകാം. അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. യാ റസൂൽ അല്ലാഹ് മാ ആനിയത്തുൽ ഹൗദ്. സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ ഈ ഹൗദിലെ പാത്രങ്ങൾ എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അള്ളാഹു തന്നെയാണ് സത്യം, ലആനിയതുഹു അക്സർ മിൻ അദദി നുജൂമിസ് സമാ വ കവാകിബുഹാ. ആ ഹൗദിലെ പാത്രങ്ങൾ ആകാശത്തുള്ള നക്ഷത്രങ്ങളെക്കാളും
കൂടുതലായിരിക്കുന്നതാണ്. ഭംഗിയുടെ കാര്യത്തിലും എണ്ണത്തിൻ്റെ കാര്യത്തിലും ആകാശത്തുള്ള നക്ഷത്രങ്ങളെപ്പോലെയാണ് ആ ഹൗദിലെ പാത്രങ്ങൾ. ആരെങ്കിലും മൻശരിബ മിൻഹു ലം യദ്മ, ആ ഹൗദിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ പിന്നെ അവർക്ക് എന്തുണ്ടാവില്ല? ദാഹം ഉണ്ടാവുകയില്ല. അർദുഹു മിസ്ലു തൂലിഹി, അതിൻ്റെ നീളവും വീതിയും തുല്യമാണ്. മാഉഹു അശദ്ദു ബയാദൻ മിനൽ ലബൻ, ആ ഹൗദിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. വ അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാളും മധുരമുള്ളതാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിനെ പറ്റിയിട്ട് പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഹൗദും ഏത് പ്രയോഗത്തിൽപ്പെടും? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ആ ധാരാളം നന്മകൾ എന്നതിൽ ആ ഹൗദും അതിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായിട്ട് അള്ളാഹു കൊടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞ ഒരു ഹദീസ് ശ്രദ്ധിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅതീതു ഖംസൻ ലം യുഅതഹുന്ന അഹദും മിനൽ അംബിയാഇ ഖബ്ലി, എനിക്ക് 5 കാര്യങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്. എനിക്ക് മുമ്പ് ഒരു നബിക്കും ആ 5 കാര്യങ്ങൾ അള്ളാഹു കൊടുത്തിട്ടില്ല. എനിക്ക് മാത്രം അള്ളാഹു തന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നുസിർതു ബിർറുഅബി മസീറത ഷഹ്രിൻ, ഒരു മാസം മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ മനസ്സിൽ ഉൾഭയമുണ്ടാകും. ഇപ്പോൾ നബി ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ശത്രുക്കളുടെ അരികിലേക്ക് യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ ഒരു മാസത്തെ വഴിദൂരം നബിക്കും അവർക്കും ഇടയിൽ ഉള്ള സമയത്ത് തന്നെ അള്ളാഹു എന്ത് ചെയ്യും? അവരുടെ ഉള്ളിൽ പേടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ശത്രുക്കളുടെ എതിരാളികളുടെ ഉള്ളിൽ അള്ളാഹു പേടിയിട്ട് കൊടുക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം കിട്ടിയ ഒരു പ്രത്യേകതയാണ്. വജുഇലത് ലീ അൽ അർളു മസ്ജിദൻ വതഹൂറ, അതുപോലെ തന്നെ ഭൂമിയെ എനിക്ക് ശുദ്ധിയാക്കാനുള്ളതാക്കി തന്നിരിക്കുന്നു, അതുപോലെ തന്നെ സുജൂദ് ചെയ്യാനുള്ള ഇടവും ആക്കി തന്നിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ നമ്മൾ യാത്രയിലാണ്, എവിടെയും പള്ളിയില്ലാത്തൊരു നാട്ടിലാണ് നമ്മൾ എത്തിയതെന്ന് വിചാരിക്കുക. നിസ്കാരത്തിന് സമയമായി, നമുക്ക് എന്ത് ചെയ്യാം? എവിടെയാണോ ഉള്ളത് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നിസ്കരിക്കാം. അത് ഈ ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. മുൻകാല ജനതക്ക് അവരുടെ ഇബാദത്തുകൾക്ക് വേണ്ടി പ്രത്യേകമുള്ള സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഓർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വെള്ളം കിട്ടിയില്ല, നമുക്ക് എന്ത് ചെയ്യാം? തൈമും ചെയ്യാം. അതാണ് തൊഹൂർ എന്ന് പറഞ്ഞത്. ഭൂമിയെ തൊഹൂറാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടിയിട്ടില്ല, വെള്ളം ഉപയോഗിക്കാൻ കഴിയൂല. അപ്പോൾ എന്ത് ഉപയോഗിക്കാം? മണ്ണുപയോഗിക്കാം. അത് മുൻകാല ജനതക്കില്ല. അവർക്ക് വെള്ളം ഇല്ലെങ്കിൽ വെള്ളം എന്നാണോ കിട്ടുന്നത് അന്ന് ശുദ്ധിയായിട്ട് അവർക്ക് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അങ്ങനെയല്ല. വെള്ളമില്ല, വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല എങ്കിൽ എപ്പോഴാണോ വെള്ളം വരുന്നത് അതുവരെ അവർക്ക് എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. അങ്ങനത്തെ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഫഅയ്യുമാ റജുലിൻ മിൻ ഉമ്മത്തി അദ്റകത്ഹു സ്വലാഹ് ഫൽയുസല്ലി, അപ്പോൾ എപ്പോഴാണോ നിസ്കാരത്തിന് സമയമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. വഉതീതു ശഫാഅ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് നൽകപ്പെട്ടിട്ടുണ്ട്? അശ്ശഫാഅത്തുൽ ഉദ്മ, അശ്ശഫാഅത്തുൽ കുബ്ര, അത് നൽകപ്പെട്ടിട്ടുണ്ട്. അത് നബിക്ക് മാത്രമുള്ളതാണ്. അല്ലേ? നാളെ മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് മനുഷ്യന്മാരൊക്കെ വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണ്. ഓരോരുത്തരും ചെയ്ത തെറ്റിൻ്റെ തോതനുസരിച്ച് അലാ ഖദ്രി ഖതായാകും, അവർ ചെയ്ത തെറ്റിൻ്റെ കണക്കനുസരിച്ചിട്ട് ആ വിയർപ്പിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാകും. ചിലർക്ക് നെരിയാണി വരെ ആയിരിക്കും, ചിലർക്ക് കണങ്കാല് വരെ ആയിരിക്കും, ചിലർക്ക് മുട്ടുവരെ, അരവരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ടെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അത് ഓരോരുത്തരും തെറ്റനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യണ്ട. എങ്ങനെ ഇപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഓരോരുത്തരും ഓരോ തോതിൽ എന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിലെ കാര്യമാണ്. ദുനിയാവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആ സമയത്ത് ആദ്യം ഒരു ആദം നബിൻ്റെ അടുക്കൽ പോകും. വിചാരണ തുടങ്ങുന്നില്ല. മനുഷ്യന്മാർ ഈ സൂര്യൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. ഖദർ മൈൽ എന്ന് പറഞ്ഞത്, ഒരു മൈലിൻ്റെ അത്ര അടുത്തായിരിക്കും സൂര്യൻ ഉണ്ടാവുക. ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്താ വെച്ചാൽ നമ്മൾ സാധാരണ ദൂരം പറയുമല്ലോ, 1 മൈൽ ദൂരം എന്ന് നമ്മൾ പറയുമല്ലോ, അത്ര അടുത്തായിരിക്കും സൂര്യൻ എന്നാണ്. അല്ല എങ്കിൽ ഒരു സുർമക്കോല്, ഈ അറബിയിൽ സുർമടുന്ന ആ കോലിന് എന്ത് പറയും? മൈൽ എന്ന് പറയും. അപ്പോൾ അത്ര അടുത്തായിരിക്കും സൂര്യൻ. ഇങ്ങനെ 2 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അത്രക്കും അടുത്താണ് സൂര്യൻ ഉണ്ടാവുക. അപ്പോൾ വിചാരണ തുടങ്ങുന്നില്ല. അങ്ങനെ വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യന്മാരൊക്കെ ആദ്യം ആദം നബിൻ്റെ അടുക്കൽ പോകും. നിങ്ങളൊന്ന് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും, വിചാരണ തുടങ്ങാൻ പറയും. അപ്പോൾ ആദം നബി പറയും ഞാനല്ല അതിൻ്റെ ആൾ. പിന്നെ മൂസാ നബിൻ്റെ അടുക്കൽ ചെല്ലും, ഈസാ നബിൻ്റെ അടുക്കൽ ചെല്ലും. എല്ലാ നബിമാരും പറയും, ഇബ്രാഹിം നബിൻ്റെ അടുക്കൽ ചെല്ലും. എല്ലാവരും പറയും ഞങ്ങളല്ല അതിൻ്റെ ആൾ, ഞങ്ങളല്ല അതിൻ്റെ ആൾ. അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും
അനലഹ ഞാനാണ് അതിനുള്ള ആൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ നേരം സുജൂദിൽ കിടക്കാൻ. അങ്ങനെ അവസാനം അള്ളാഹു അനുവാദം കൊടുക്കാൻ, ഇർഫഅ റഅസക്, നിൻ്റെ തല ഉയർത്ത്, സൽ തുഅത, നീ ചോദിച്ചോ നിനക്ക് തരാം. ഇതാണ് മഖാമ മഹ്മൂദ, ഇതാണ് മഖാമൻ മഹ്മൂദ. നമ്മളെല്ലാ ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഖാമൻ മഹ്മൂദൻ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഈ ഷഫാഅത്താണ്, ഷഫാഅത്തുൽ ഉദ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഷഫാഅത്ത്. അപ്പോൾ അത് നബിക്ക് മാത്രം കൊടുത്ത കാര്യമാണ്. വ ഉഹില്ലത്ത് ലീ അൽ മഗാനിം, അതുപോലെ തന്നെ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന ഗനീമത്ത് സ്വത്തുകൾ അത് നബിക്ക് മാത്രം പ്രത്യേകമായതാണ്. മുൻകാല ജനതയൊക്കെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗനീമത്ത് സ്വത്ത് എടുക്കാൻ പറ്റില്ല, അത് ആകാശത്തു നിന്നൊരു തീ വന്നിട്ടൊക്കെ കരിച്ച് കളയാണ് ചെയ്യുക. എന്നാൽ നബിൻ്റെ ഉമ്മത്തിന് എന്ത് ചെയ്യാം, യുദ്ധം ചെയ്തിട്ട് ശത്രുക്കളിൽ നിന്ന് കിട്ടുന്ന മുതൽ ഓർക്ക് വീതം വെച്ച് എടുക്കാം. وكان النبي صلى الله عليه وسلم وكان النبي يبعث إلى قومه خاصة وبعثت إلى الناس عامة. ബാക്കി എല്ലാ നബിമാരും അവരുടെ ജനങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് അയക്കപ്പെട്ടവരാണ്. ഇപ്പോൾ മൂസാ നബി ബനു ഇസ്രായേൽകാരിലേക്കുള്ള ആളാണ്, ഈസാ നബി ബനു ഇസ്രായേൽകാരിലേക്കുള്ള ആളാണ്, യൂനുസ് നബി നീനവയിലേക്കുള്ള ആളാണ്, ഇബ്രാഹിം നബിയുടെ ജനതയിലേക്കുള്ള ആളാണ്. ഓരോ നബിമാരും ആ നാട്ടിലേക്കും ആ ജനതയിലേക്കും പ്രത്യേകമായിട്ട് അയക്കപ്പെട്ടവരാണ്. വബുഇസ്തു ഇലന്നാസി ആമതൻ, അല്ലെങ്കിൽ കാഫതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ ജനങ്ങളിലേക്കുള്ള റസൂലാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ടീമിലേക്ക് മാത്രമല്ല, അറബികൾക്ക് മാത്രമുള്ള റസൂലല്ല, എല്ലാ ജനതയിലേക്കും ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ ആളുകളിലേക്കുള്ള റസൂലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊക്കെ എന്തിൽ പെടും? അൽ കൗസർ എന്ന ആ പ്രയോഗത്തിൽ പെടുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓതുന്ന ആ വാക്കിൻ്റെ വിശാലത എത്രയാണ്, അതിൻ്റെ പരപ്പ് എത്രയെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഹൗദുൽ കൗസർ മാത്രം നബിക്ക് കൊടുത്തു എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏറ്റവും കൂടുതൽ ഉമ്മത്തുണ്ടായാലുള്ള ഗുണം എന്താണ്? ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള മെച്ചം എന്താണ്? മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. നമ്മളൊരു നന്മ അറിയിച്ചു കൊടുത്താൽ ആ നന്മ ചെയ്യുന്ന അയാളുടെ അതേ കൂലി അറിയിച്ചു കൊടുത്തവനും കിട്ടും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത് വഴി ഈ നന്മ ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നന്മകളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ കൂലി ആർക്ക് കിട്ടുന്നുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നുണ്ട്. അപ്പം നബിൻ്റെ നന്മയുടെ കനം എത്രയായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക. ലോകത്തൊരു മുസ്ലിം ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൂലി ആർക്കാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതാണ് ഉമ്മത്ത് വലുതായാലുള്ള മെച്ചം. ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ആ ഒന്നാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠങ്ങൾ. അർത്ഥം ക്ലിയർ ആണല്ലോ? അഅ്ത യുഅ്തി എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ് അർത്ഥം. കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം നന്മകൾ, ഒരുപാട് നന്മകൾ. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് മൊത്തത്തിൽ നിന്ന് പറയാം. തീർച്ചയായിട്ടും നാം നിനക്ക് ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ ആയത്തിലേക്ക് നീങ്ങാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നന്മകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നന്മകൾക്ക് എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. ആ ശുക്രിൻ്റെ ഭാഗമാണ് അസ്സലാത്ത്, നിസ്കാരം. വൻഹർ, ഫസല്ലി, നീ നിസ്കരിക്കണം. സല്ല യുസല്ലി എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു എന്നാണ് അർത്ഥം. ശരിക്കും ഭാഷാപരമായിട്ട് സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരം എന്നുള്ളത് അതിൻ്റെ ഒരു ശറഈയായ അർത്ഥമാണ്. സലാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ദുആ എന്ന അർത്ഥമാണ്, പ്രാർത്ഥന എന്നാണ് സലാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള അർത്ഥം. ഒരു പദത്തിന് ഭാഷാപരമായ അർത്ഥം ഉണ്ടാകും, മതത്തിലുള്ള സാങ്കേതികമായൊരു അർത്ഥവും ഉണ്ടാകും. അപ്പോൾ സലാത്ത് എന്ന് മതപരമായിട്ട് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായ വാക്കുകളും കർമ്മങ്ങളുമാണ് സലാത്ത് എന്ന് പറഞ്ഞാൽ. ഭാഷാപരമായിട്ട് പറഞ്ഞാലോ പ്രാർത്ഥന, ദുആ എന്നർത്ഥമാണ്. ഇവിടെ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞാൽ നിൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് നീ നിസ്കരിക്കുക. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ആ പ്രത്യേകമായ കർമ്മം ഉണ്ടല്ലോ, നിസ്കാരം ഉണ്ടല്ലോ, അത് നീ നിർവഹിക്കുക. കൽപ്പന രൂപമാണ് വന്നിട്ടുള്ളത്. ഫസല്ലി, നീ നിസ്കരിക്കുവിൻ. ലിറബ്ബിക്, നിൻ്റെ റബ്ബിന് വേണ്ടി. വൻഹർ, നഹറ, അറക്കുക. നഹറ എന്ന് പറഞ്ഞാൽ
അറക്കുക, നീ അറവ് നടത്തുകയും ചെയ്യുക, ബലി കഴിക്കുകയും ചെയ്യുക എന്നാണ് രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത്. നെഹറ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഈ ഒട്ടകത്തിന് അറുക്കുന്നതിനാണ് എന്ത് പറയുക? നെഹറ എന്ന് പറയുക. ഒട്ടകത്തെ അറുക്കുന്നതിനാണ് നെഹറ എന്ന് പറയുക. ഈ പോത്തിനെ, പശുവിനെ അറുക്കുന്നതിനും ആടിനെ അറുക്കുന്നതിനൊക്കെ ദബഹ എന്നാണ് പറയുക. ദബഹ. രണ്ടറിവും തമ്മിൽ മാറ്റമുണ്ട്. ഒട്ടകത്തിന് അറുക്കുന്ന കണ്ട ആൾക്കാരുണ്ടോ? ഒട്ടകത്തിന് അറുക്കുന്നതും പോത്തിന് അറുക്കുന്നതും തമ്മിൽ എന്തുണ്ട്? മാറ്റമുണ്ട്. പോത്തിന് അറുക്കുന്ന കിടത്തിയിട്ടിട്ടല്ല എന്തിനാ അറുക്കുക? അതെ, കുത്തിയിട്ടാണ് എന്ത് ചെയ്യുക? ഒട്ടകത്തിന് അറുക്കുക. ആ അറക്കുന്ന രീതി നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഒട്ടകത്തിന് അറുക്കുന്ന രീതിയിൽ എന്തുണ്ട്? മാറ്റമുണ്ട്. ആ ഒട്ടകത്തിന് അറുക്കുന്നതിനാണ് ശരിക്കും എന്ത് പറയുക? നെഹറ എന്ന് പറയുക. പോത്തിന് അറുക്കുന്നതിനും ആടിനെ അറുക്കുന്നതിനൊക്കെ ദബഹ എന്ന് പറയുക. ദബഹ. ഇവിടെ നെഹറ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നെഹറ എന്ന് പറയാനുള്ള ഒരു കാരണം, ഇത് കാര്യമായിട്ട് ഈ അറവും അതുപോലെ തന്നെ നിസ്കാരവും ചേർത്ത് പറഞ്ഞിരിക്കുകയാണല്ലോ. അറവും നിസ്കാരവും ഒരുമിച്ച് വരുന്നത് എപ്പോഴാണ്? ഈദുൽ അദ്ഹക്കാണ്. അപ്പോൾ ഇവിടെ നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം ഈദുൽ അദ്ഹയാണെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ വല്ലാഹു ആലം പൊതുവായിട്ട് എല്ലാ നിസ്കാരവും അതിൽ പെടും. ജമാഅത്ത് നിസ്കാരവും, നിർബന്ധമായ നിസ്കാരവും, സുന്നത്തായ നിസ്കാരവും, ഈദ് നിസ്കാരവും, ജുമാ നിസ്കാരവും, എല്ലാ നിസ്കാരവും എന്തിൽ പെടും? ഫസല്ലി എന്ന ആ സലാത്ത് എന്ന പദത്തിൽ പെടുമെന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹും ഇമാം സഅദി റഹിമഹുല്ലാഹു തആലയൊക്കെ പറയുന്നത്. അപ്പോൾ കാര്യമായിട്ട് ഈദ് നിസ്കാരം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈദ് നിസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബലി അറുക്കുന്നു. ആ ബലി അറുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലി അറുത്താൽ ഉപകാരപ്പെടുക എന്തറുത്താലാണ്? ഒട്ടകത്തെ അറുത്താലാണ് പാവപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ കിട്ടുക. അതുകൊണ്ടാണ് വൻഹർ എന്ന് ഒട്ടകത്തെ അറുക്കുന്ന ആ പ്രയോഗം ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇബാദത്തുകളാണ് നിസ്കാരവും അതുപോലെ തന്നെ അറവും. അപ്പോൾ ഇത് രണ്ടും നബിയോട് മാത്രമുള്ള കൽപ്പനയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ച കാര്യമാണ്. എന്നാൽ അത് നമുക്ക് കൂടി ബാധകമാണ്. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടു കൂടി നമ്മൾ നിസ്കരിക്കുക, അപ്പോൾ തന്നെ നമ്മൾ അറവ് നടത്തുകയും ചെയ്യുക എന്നൊക്കെ ഇവർ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറവ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദായിൽ 100 ഒട്ടകങ്ങൾ അറുത്തിട്ടുണ്ടായിരുന്നു. നബിൻ്റെ കൈ കൊണ്ട് നബി 63 അറുത്തു. നബിൻ്റെ കൈകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 ഒട്ടകങ്ങളെ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് അറുത്തു. ബാക്കി ആരെ ഏൽപ്പിച്ചു? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ബാക്കി അലിയാണ് അറുത്തത്. എന്നിട്ട് ഈ ഒട്ടകം മുഴുവൻ നബി എന്ത് ചെയ്യാണ്? സ്വതക്ക കൊടുക്കുകയാണ്, പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുകയാണ്. എല്ലാ ഒട്ടകത്തിൽ നിന്നും ഒരു കഷ്ണം മാറ്റി വെച്ചു. ഒരു ചെറിയ ഭാഗം എല്ലാ ഒട്ടകത്തിൽ നിന്ന് എടുത്തു. എന്നിട്ട് അതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് വേവിച്ചിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചു. അതിൻ്റെ കറി, അതിൻ്റെ നീര് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിക്കുകയും ചെയ്തു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു തആലക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കത് കാണാം. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ആയത്ത്. ഫസല്ലി ലിറബ്ബിക വൻഹർ. ഫസല്ലി ലിറബ്ബിക വൻഹർ. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇബാദത്തുകളാണ് നിസ്കാരവും അതുപോലെ തന്നെ ബലികർമ്മവും, അറവ് നടത്തുക എന്നുള്ളതും. അപ്പോൾ ആ 2 കർമ്മങ്ങളും എന്ത് ചെയ്തു? അള്ളാഹു ഇവിടെ ചേർത്തി പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള കൽപ്പനയല്ല, നമുക്ക് കൂടിയുള്ള കൽപ്പനയാണ്. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. അള്ളാഹു നാളെ ആദ്യം നമ്മളോട് ചോദിക്കുക നമ്മൾ നിസ്കാരത്തെ പറ്റിയിട്ടാണ്. പിന്നെ അറവ് എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ്, അടയാളമാണ്. മാത്രമല്ല അത് പൈസ ചിലവാകുന്ന പരിപാടിയാണ്. അല്ലേ? ഈ മുതലിനോട് മനുഷ്യൻക്കൊരു ഒരാഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ ആ മുതലുണ്ട് ചിലവഴിച്ചിട്ട് അറവ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് തെളിവാണ്, ഓൻ്റെ ഈമാനുള്ള തെളിവാണ്. അത് അസ്വദക്കത്ത് ബുർഹാൻ എന്ന് നബി പറഞ്ഞില്ലേ? സ്വതക്ക എന്ന് പറഞ്ഞാൽ തെളിവാണ്. കാരണം ഓന് ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഓൻ്റെ പോക്കറ്റിൽ നിന്ന് ഓനെ എടുത്തു കൊടുക്കുകയാണ്. എന്തിന്? അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടുമെന്ന് വിശ്വസിച്ചിട്ട് ഓനത് എടുത്തു കൊടുക്കുകയാണ്. അപ്പം അത് തെളിവാണ്. അഹ്സൻ. കുർബാന. കുർബാനാന്ന് അത് ഏത് പേർഷ്യൻ ഭാഷയാണോ? ഉറുദു. അഹ്സൻ. അല്ല, അറവ് എന്നുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ ഈ ഉദ്ഹിയ്യത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തിനാണ് നിങ്ങൾ അറക്കുന്നത്? ഇപ്പോൾ പല നാടുകളിലും ബീഹാറിൽ, ബംഗാളിൽ, ഉത്തരേന്ത്യയിലൊക്കെ കുറേ മുസ്ലിങ്ങൾ പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അറവ് നടത്തുന്ന പൈസക്ക്
സ്വതക്ക കൊടുത്തൂടെ, അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷൻ. അത് ശരിയല്ല. അത് സ്വതക്ക വേറെ തന്നെ കൊടുക്കുക, കഴിയുന്നവനെ എന്ത് ചെയ്യട്ടെ, ആ സ്വതക്കയും കൊടുക്കട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ അറവ് നടത്തുക എന്നുള്ളത് ദീനിൻ്റെ ഷിആറാണ്, അത് നമ്മുടെ ദീനിൻ്റെ ചിഹ്നമാണ്. അത് മുടക്കിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വതക്ക കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ രണ്ടിനും കഴിയുന്ന രണ്ടും ചെയ്യട്ടെ. ഇനി ഒരാൾക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ആ സമയത്ത് ചെയ്യേണ്ടത് എന്താണ്? ഒരാൾക്ക് അറവ് നടത്താനുള്ള പൈസ ഉണ്ട്, ആ പൈസ കൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ സ്വതക്കും കൊടുക്കാം. സ്വതക്ക കൊടുത്താൽ പിന്നെ അറവ് നടത്താൻ പൈസ ഉണ്ടാവില്ല, അറവ് നടത്തിയാൽ സ്വതക്ക കൊടുക്കാനും പൈസ ഉണ്ടാവില്ല. ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ ഓൻ എന്താ ചെയ്യേണ്ടത്? അറവ് നടത്തുകയാണ് വേണ്ടത്. അത് നമ്മുടെ ദീനിൻ്റെ ഷിആറാണ്, ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നമാണ്. അല്ലാഹു ആലം. അപ്പോൾ അതാണ് രണ്ടാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ് എന്താ വെച്ചാൽ, ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഒരുപാട് നന്മകൾ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് നിസ്കരിക്കണം, അറവ് നടത്തുകയും ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താ? ആ തന്ന നന്മകൾക്ക് നീ ശുക്ർ കാണിക്കണം. ആ ശുക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ആയത്ത്, ഈ സൂറത്തിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്ന ഷാനി അക ഹുവൽ അബ്തർ, തീർച്ചയായിട്ടും ഷാനി അക, ഷാനി ഉൻ എന്ന് പറഞ്ഞാൽ മുബഗിദ്, വെറുപ്പുള്ളവൻ, ദേഷ്യമുള്ളവൻ എന്നാണ് അർത്ഥം. ഇന്ന ഷാനി അക, അള്ളാഹുവിൻ്റെ റസൂലെ തീർച്ചയായിട്ടും നിന്നോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നവൻ, നിന്നെ ഇഷ്ടമില്ലാത്തവൻ, നിന്നെ വെറുക്കുന്നവൻ, ഹുവൽ അബ്തർ. ബത്തറ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോവുക എന്നാണ്. അതെ, വാലറ്റവൻ. ബത്തറ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു എന്നാണ് അർത്ഥം. ഇവിടെ അബ്തർ എന്നാണ് പറഞ്ഞത്. ഏറ്റവും വാലറ്റവൻ ആരാണ്? നിന്നെ വെറുക്കുന്നവനാണ്, നിന്നോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവനാണ്. കാരണം മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നു. മുഹമ്മദിന് പിൻഗാമികളില്ല, മുഹമ്മദ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ മരിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളാണ്? 7 മക്കളാണ്. അതിൽ 6 മക്കളും ആരിൽ നിന്നാണ്? ഖദീജ ബീവിയിൽ നിന്നാണ്. ഒരാൾ ഇബ്രാഹിം എന്ന മകൻ മാത്രമാണ് മാരിയത്തുൽ കിബ്തിയയിൽ നിന്നുള്ളത്. ബാക്കിയുള്ള എല്ലാ മക്കളും ഖദീജ ബീവിയിൽ നിന്ന് ഉള്ളതാണ്. അപ്പോൾ ആ ആൺകുട്ടികളൊക്കെ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു. പെൺകുട്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിച്ചു, ഒരാളൊഴികെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി നബി മരിച്ച 6 മാസത്തിന് ശേഷം മരിക്കുകയും ചെയ്തു. അതാണല്ലോ അവസാന സമയത്ത് നബി സ്വകാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം സ്വകാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞു, പിന്നെ സ്വകാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി ചിരിച്ചു. പിന്നീട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു നബി പറഞ്ഞ ആ സ്വകാര്യം? അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? വാപ്പ പോവാണ്, വാപ്പാക്ക് മടങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞു. രണ്ടാമത്തെ സ്വകാര്യം, ഇനി ഏറ്റവും ആദ്യം ഉപ്പാൻ്റെ കൂടെ ചേരുന്നത് മോളായിരിക്കും. അപ്പോൾ ഫാത്തിമ ബീവി ചിരിച്ചു എന്നാണ്. അപ്പോൾ 6 മക്കളുടെയും വേർപാട് ജീവിതത്തിൽ സാക്ഷിയായ ആളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയും നമുക്ക് മാത്രം പരീക്ഷണം എന്നും. ഞാനിപ്പോൾ ഈ നിസ്കാരവും നോമ്പും ദാവത്തേറ്റ് നടന്നിട്ട് എന്നും എനിക്കെന്നെ ഈ ഹോസ്പിറ്റൽ കേസ്, എന്നും എനിക്കെന്നെ സൊക്കട്. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ആരാണ്? നബിമാരാണ്. അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക നബിമാരാണ്. സുമ്മൽ അംസൽ, പിന്നെ ഓരോ താഴെയുള്ളവർ. യുബ്തല റജുലു അലാ ഖദ്രി ദീനിഹി, ഒരാളുടെ ദീനിൻ്റെ തോതനുസരിച്ചിട്ട് പരീക്ഷിക്കപ്പെടുന്ന. ദീന് കൂടിയ പരീക്ഷണം കുറയല്ല ചെയ്യുക, ദീന് കൂടുന്നതനുസരിച്ചിട്ട് പരീക്ഷണം കൂടാ ചെയ്യുക, കടുപ്പം കൂടാ ചെയ്യുക. അള്ളാഹുവിനെ അറിയണം എത്ര നമ്മൾ ക്ഷമിക്കും, എത്ര നമ്മൾ പിടിച്ചു നിൽക്കും. ആ പരീക്ഷണത്തിൻ്റെ അളവ് കൂടും. ദീന് കുറയുന്നതനുസരിച്ചോ പരീക്ഷണത്തിൻ്റെ സ്ട്രോങ് കുറയുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ വല്ലാതെ പരിഹസിച്ചു. കാരണം നബിക്ക് പിൻഗാമികൾ വരാനില്ല. അപ്പോൾ മുഹമ്മദ് വാലറ്റവനാണ്, മുഹമ്മദിൻ്റെ ഈ ദീന് മുഹമ്മദിൻ്റെ അവസാനത്തോടു കൂടി എന്ത് ചെയ്യും, തീരും, അത് കൊണ്ടടക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് അള്ളാഹു കൊടുക്കുന്നത്, ഇന്ന ഷാനി അക ഹുവൽ അബ്തർ. അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളെ വെറുക്കുന്നവർ, നിങ്ങളോട് ദേഷ്യമുള്ളവർ ഓര് തന്നെയാണ് വാലറ്റ് പോയിട്ടുള്ളത്. നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാത്ത ഒരു സെക്കൻഡ് ഈ ഭൂമിയിലുണ്ടോ? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ഓരോ പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വറഫഅനാ ലക ദിക്റക്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. ലോകത്ത് ആരെങ്കിലും അബൂജഹലിൻ്റെ പേര് വിളിക്കുന്നുണ്ടോ? ഒരു നല്ല നിലക്ക് അബൂജഹലിനെ ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് നബിയെ വെറുത്ത ആൾക്കാർ, നബിയെ ദേഷ്യത്തോടു കൂടി കണ്ട ആൾക്കാർ ഓര് തന്നെയാണ് വാലറ്റ് പോയിട്ടുള്ളത്. ഈ ഷനആൻ എന്ന് പറഞ്ഞാൽ വെറുപ്പ്, ദേഷ്യം എന്നുള്ളതാണ്
അർത്ഥം. ഷാനി എന്ന് പറഞ്ഞാൽ വെറുക്കുന്നവൻ, ദേഷ്യപ്പെടുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഷാനി ഉൻ. അബ്തർ എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്ലീലാണ്, സൂപ്പർലേറ്റീവാണ്, അഥവാ ഏറ്റവും കൂടുതൽ വാലറ്റവൻ, അങ്ങേയറ്റം എന്നുള്ള അർത്ഥത്തിലാണ് ആ പ്രയോഗം അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. അഫ് അൽ വസ്നിൽ ആ അച്ചിലേക്ക് അറബി ഭാഷയിൽ ഒരു പദം കൊണ്ടുവന്നാൽ ഏറ്റവും കൂടുതൽ അർത്ഥം കിട്ടും. ഇപ്പോൾ അജ്മൽ ഏറ്റവും ഭംഗിയുള്ളത് അല്ലേ, അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, അഫ്ദൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അഫ്സഹ് ഏറ്റവും സ്ഫുടമായിട്ട് സംസാരിക്കുന്നവൻ. അപ്പോൾ ആ ഒരു അച്ചിലേക്ക് അറബി ഭാഷയിൽ ഒരു പദത്തെ കൊണ്ടുവന്നാൽ ഏറ്റവും കൂടുതൽ എന്ന അർത്ഥമാണ് കിട്ടുക. അതാണ് ബത്തറ എന്ന ആ പദത്തെ അബ്തർ എന്ന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അങ്ങേയറ്റം എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ഇനി ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, നബിയെ വെറുക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ വെറുക്കുന്നവരും എന്തിൽ പെടും? ഈ പറഞ്ഞ ഷാനി, ആ വെറുക്കുന്നവൻ എന്നുള്ളതിൽ പെടുന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ, കാരണം അതൊക്കെ കുഫറാൻ, നബിയെ വെറുക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ശരീഅത്ത് വെറുക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫറാൻ. ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന ഉദാഹരണമാണ്, ഒരാൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നിസ്കാരത്തോട് മുമ്പർക്ക് വെറുപ്പാണ്. വെറുപ്പ് മടിയല്ല, മടിയുണ്ട്, ഒരു ഭാരമായിട്ട് നമുക്ക് നിസ്കാരം തോന്നുന്നുണ്ടെങ്കിൽ അത് നിഫാക്കാണ്. അവൻ ദീനൊന്നും പുറത്തു പോകുന്നില്ല, പക്ഷെ മറ്റൊന്ന് നിസ്കരിക്കുന്ന കണ്ട, പക്ഷേ നിസ്കാരത്തിനോട് വെറുപ്പ്. എന്തിനപ്പോൾ ഈ നിസ്കാരം, ഇത് വല്ലാത്തൊരു ഇബാദത്തിന്, എന്ത് ഇബാദത്താ അത് എന്ന നിലക്ക് നിസ്കാരത്തിനോടൊരു വെറുപ്പുണ്ടെങ്കിൽ ഓന് കുഫ്ർ, ഓന് ദീനിന്ന് പുറത്താണ്. നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നിസ്കാരത്തിനോട് വെറുപ്പാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനോട് വെറുപ്പാണ് എങ്കിൽ അത് കുഫ്റാൻ. മടി വേറെ, മടിയും ഭാരം ഉണ്ടാകുന്നത് വേറെ. അത് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഉള്ളിൽ നിഫാക്ക് ഉണ്ട് എന്നാണ്. മറ്റേതാണെങ്കിൽ വെറുപ്പാണെങ്കിൽ, ദേഷ്യമാണെങ്കിൽ അത് കുഫ്റാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. കുഫ്റാൻ. സുന്നത്ത് ഇപ്പോൾ ഒരാൾ താടി എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, നബി കൽപ്പിച്ച കാര്യമാണ്. ഒരാൾ താടി വെക്കുന്നില്ല, അതുകൊണ്ട് അയാൾ ദീനിൽ നിന്ന് പുറത്തു പോവോ? ഇല്ല. എന്നാൽ ഒരാൾ താടിയെ പരിഹസിക്കാൻ, ദീനിൽ നിന്ന് പുറത്താൻ, നബിൻ്റെ സുന്നത്തിനെ പരിഹസിക്കാൻ, താടിയെ കളിയാക്കാൻ, ഓൻ ദീനിൽ നിന്ന് പുറത്താൻ. രണ്ടും മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ മൂന്നാമത്തെ ആയത്ത് നമുക്ക് കിട്ടുന്ന പാഠം. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ഫോളോ ചെയ്തിട്ട് ആരാണോ നബിയെ പിന്തുടരുന്നത് ഓർക്കാണ് പര്യവസാനം. നബിയെ വെറുക്കുകയും നബിയോട് ദേഷ്യം കാണിക്കുകയും ചെയ്തവർ അവരാണ് വാലറ്റ് പോയിട്ടുള്ളവർ, അവർക്കാണ് പിൻഗാമികൾ ഇല്ലാത്തത് എന്ന് ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു 3 ആയത്തുകൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത എണ്ണിയാൽ തീരാത്ത അത്ര അനുഗ്രഹങ്ങൾ, നന്മകൾ, അത് അള്ളാഹു എന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നു. നിസ്കാരം, അറവ്, ഈ 2 ഇബാദത്തുകൾക്കുള്ള സ്ഥാനവും മഹത്വവും ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് നന്മകൾ കിട്ടിയാൽ നമ്മൾ അള്ളാഹുവിന് കൂടുതൽ ശുക്റുള്ളവരാകണം എന്ന് ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയും ദേഷ്യവും വെച്ച് പുലർത്തുന്നവർ അവർക്ക് പര്യവസാനമില്ല, അവർക്ക് നന്മകൾ ഉണ്ടാവുകയില്ല എന്ന് ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ചെറിയൊരു സൂറത്താണെങ്കിലും നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്ന ഒരു അധ്യായമാണ് ഇത്. അല്ലാഹു അലം. ഇന്നത്തെ ദർസിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ, റെഡിയല്ലേ? എന്താ നെഹറ എന്ന് പറഞ്ഞാൽ? അറുത്തു അല്ലേ? നെഹറ എന്ന് പറഞ്ഞാൽ അറുത്തു. പശുവിനെ അറുക്കുന്നതിന് എന്താ പറയുക? ദബഹ അല്ലേ? ദബഹ എന്ന് പറഞ്ഞാൽ പശുവിനെ, ആടിനൊക്കെ അറുക്കുന്നതിനാണ് എന്ത് പറയുക? ദബഹ എന്ന് പറയുക. ഒട്ടകത്തെ അറുക്കുന്നതിനാണ് സാധാരണ എന്ത് പറയുക? നെഹറ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ എത്ര ഒട്ടകങ്ങളെ അറുത്തു? 100 ഒട്ടകങ്ങളെ അറുത്തു. അതിൽ എത്ര നബി നേരിട്ട് അറുത്തു? 63 നബിൻ്റെ കൈകൾ കൊണ്ട് തന്നെ അറുത്തു. ബാക്കി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഹൗദുൽ കൗസർ, എല്ലാ നബിമാർക്കും ഹൗദുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ആ ഹദീസ് സ്വീകാര്യയോഗ്യമാണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വല്ലാഹു ആലം, എല്ലാ നബിമാർക്കും ഹൗദുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഏറ്റവും വലിയ ഹൗദും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഹൗദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദാണ്. അതിൽ പാത്രങ്ങളെ പറ്റിയിട്ട് നബി എന്താ പറഞ്ഞത്? ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാളും
എണ്ണമുണ്ട് ആ പാത്രങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ രുചി പാലിനേക്കാൾ നിറമുള്ളതാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്. ഒരു തവണ കുടിച്ചാൽ പിന്നെന്തില്ല, ദാഹമില്ല. അപ്പോൾ പിന്നെ ഒരാൾ സ്വർഗത്തിലെത്തി, ഹൗദുൽ കൗസർ കുടിച്ച ഒരാൾ സ്വർഗത്തിലെത്തി, മൂപ്പർക്ക് ദാഹമില്ലല്ലോ. അപ്പോൾ പിന്നെ മൂപ്പര് സ്വർഗത്തിലെ പാനീയങ്ങളൊക്കെ എങ്ങനെ ആസ്വദിക്കുക? സ്വർഗത്തിലുള്ളതൊന്നും എന്തല്ല, ദാഹിച്ചിട്ടും വിശന്നിട്ടും കഴിക്കുന്നതല്ല, അത് ആസ്വാദനത്തിനുള്ളതാണ്. സ്വർഗത്തിലെന്തില്ല, വിശപ്പില്ല. സ്വർഗത്തിലെന്തില്ല, ദാഹമില്ല, ക്ഷീണമില്ല, മയക്കല്ല, ഉറക്കല്ല. സ്വർഗ്ഗക്കാരെങ്കിലും ഉറങ്ങുമോ? സ്വർഗത്തിൽ ഉറക്കല്ല, സ്വർഗത്തിൽ മയക്കില്ല, ഉറക്കമില്ല, മയക്കില്ല. അതൊക്കെ എപ്പോഴാണ് വരിക? ക്ഷീണിക്കുമ്പോഴാണ് വരിക അല്ലേ? നമുക്ക് എപ്പോഴാണ് ഉറങ്ങണം എന്ന് തോന്നുക? നമുക്ക് ക്ഷീണം ഉണ്ടാകുമ്പോഴാണ് ഉറങ്ങണം എന്ന് തോന്നുക. ഇത് ഫുൾ ടൈം ആസ്വാദനാണ്. അവിടെ എന്തില്ല, രാത്രിയില്ല, രാവും പകലും മാറി മാറി വരില്ല. ഇവിടെ സ്വർഗത്തിൽ ഫുൾ ടൈം വെളിച്ചമുള്ള ഒരു അവസ്ഥയാണ് സ്വർഗത്തിലുണ്ടാവുക. സൂര്യനും ചന്ദ്രനും എവിടെ ഇല്ല, സ്വർഗത്തിലില്ല. അവിടെ ഫുൾ ടൈം വെളിച്ചമുള്ള അവസ്ഥയിലാണ്. സ്വർഗ്ഗക്കാരും ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുകയില്ല. മലമൂത്ര വിസർജനം എവിടെ ഇല്ല, സ്വർഗത്തിലില്ല. അല്ലാഹു ആലം ദിവസങ്ങൾ എങ്ങനെ കണക്കാക്കപ്പെടുക എന്നുള്ളത്. അതെ അതെ, ഒരാഴ്ചയുടെ പരിധിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അവിടെ നടക്കുന്നുണ്ട്. സ്വർഗത്തിൽ അങ്ങാടിയിൽ അവർ ഒരുമിച്ച് കൂടുന്നുണ്ട് അല്ലേ? സ്വർഗത്തിൽ ഫുൾ ടൈം അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, മടുക്കൂല. സ്വർഗ്ഗക്കാർ ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരും. ഓരോ ആഴ്ചയും ഇറങ്ങിപ്പോന്നിട്ട് ഒരു കാറ്റ് വീശുന്നതാണ്. ആ കാറ്റ് അവരെ തട്ടി തലോടി പോകും. ആ കാറ്റ് അവരുടെ ശരീരത്തിൽ തട്ടുന്നതോടുകൂടി അവരുടെ സൗന്ദര്യം എന്ത് ചെയ്യാണ്, വർദ്ധിക്കുകയാണ്. എന്നും കാണുന്ന ആൾക്കാരെ തന്നെയല്ലേ കാണുക എന്നുള്ളൊരു മടുപ്പ് അവിടെ ഉണ്ടാവില്ല. സ്വർഗത്തിൽ അവർ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഈ മനുഷ്യന്മാർ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ വീട്ടുകാർ പറയും, പോയ ആൾക്കാരൊന്നും അല്ലല്ലോ, സൗന്ദര്യമൊക്കെ ആകെ കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ വീട്ടുകാരുടെ സൗന്ദര്യം എന്ത് ചെയ്തിട്ടുണ്ടാകും, വർദ്ധിച്ചിട്ടുണ്ടാകുന്നതാണ്. അപ്പം അങ്ങനെ ഒരു അപ്ഡേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ഇടമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. കാരണം കാലാകാലം ജീവിക്കാനുള്ളൊരു ഇടമാണ്. ആ കാലാകാലം കഴിയാനുള്ള ഇടം എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ഇപ്പം എന്നും കാണുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് കാണുക, എന്നും കാണുന്ന കാഴ്ചകൾ തന്നെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, മടുക്കും. അതുകൊണ്ട് നമ്മൾ ടൂർ പോകുന്നത്, പല സ്ഥലങ്ങളും കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ്. എന്നും കൗതുകമാണെങ്കിലോ. അപ്പോൾ ആ ഒരു മാറ്റം എവിടെ ഉണ്ടാകും, സ്വർഗത്തിലുണ്ടാകും എന്നതാണ്. അള്ളാഹു നമ്മളൊക്കെ ആ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ജസ്റ്റ് നമ്മളെടുത്ത ഈ സൂറത്ത് ഒന്ന് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. തൽക്കാലം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ. അഹ്സൻത്. മീമെന്ന അക്ഷരം ഇല്ലാത്തൊരു സൂറത്താണ് സൂറത്തുൽ കൗസർ. മീമെന്ന അക്ഷരം സൂറത്തുൽ കൗസറിൽ ഇല്ല. ഓക്കെ, തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ നമ്മളെ സഹായിക്കട്ടെ. ഉപകാരപ്രദമായ അറിവ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.